ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നമ്മൾ ക്ലാസ് 5 സയൻസിലെ NSMCയുടെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NSMCയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മേജർലി നമ്മൾ ഫ്ലവറിംഗ് അതുപോലെ തന്നെ ഫ്രൂട്ടിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും, നമ്മുടെ NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് ഈ വർഷം November 1 നടക്കുന്നത്. ഹിന്ദു ഇൻ സ്കൂളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൂവ് ഓൺ ചെയ്യാം. സോ ക്ലാസ് 5 ഈ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് പഠിക്കുന്നത് നമുക്ക് നോക്കാം. ഇനീഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് എന്താണെന്നുള്ളതാണ്. എന്താണ് ഫ്ലവേഴ്സ്? നമ്മൾ കാണുന്ന ആ ഒരു പാർട്ടാണ് ആക്ച്വലി ഒരു പ്ലാന്റിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ദ പാർട്ട് ഓഫ് പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസസ് സീഡ്സ്, അല്ലെ, സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിന്റെ പാർട്സ് ആണ് ആക്ച്വലി എന്താ ഫ്ലവർ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പാർട്സ് ആണ്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. വൺ ഇസ് സ്റ്റേമൻ. സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. സെക്കൻഡ് വൺ ഈസ് കാർപ്പൽ, ദാറ്റ് ഈസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. കാർപ്പലിനെ നമ്മൾ അതർവൈസ് കോൾഡ് ആസ് പിസ്റ്റിൽ എന്നും കൂടി എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ആൻഡ് ഫ്ലവറിന് നോൺ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടു പാർട്സ് ഉണ്ട്. വൺ ഈസ് പെറ്റൽ. പെറ്റലിനെ നമ്മൾ കളക്റ്റീവ്ലി കൊറവള എന്ന് വിളിക്കും. അതുപോലെ തന്നെ സെപ്പൽ എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളർ ഒരു ഔട്ടർ ലെയർ ഉണ്ട്, അല്ലെങ്കിൽ ഔട്ടർ വേൾ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എസ് സെപ്പൽ ഓർ കാലിക്സ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. സറൗണ്ടിങ് ദ റീപ്രൊഡക്റ്റീവ് പാർട്സ്. റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ് ആക്ച്വലി സ്റ്റേമൻസും കാർപ്പൽസും. മെയിൽ ആണെങ്കിൽ സ്റ്റേമൻ ആണ്, കാർപ്പൽ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവണം. അതുപോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് ആൻഡ്രീഷ്യം. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റേമൻ ആണ്. സ്റ്റേമൻ കൺസിക്യൂട്ടീവ് ഇല്ല, അല്ലെങ്കിൽ സ്റ്റേമൻ എല്ലാം കമ്പൈൻ ചെയ്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻഡ്രീഷ്യം എന്ന് വിളിക്കുന്നത് കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആൻഡ്രോ മീൻസ് മെയിൽ ആണ്, ഈഷ്യ മീൻസ് റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. സോ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ആക്ച്വലി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇനി വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് സ്റ്റേമൻസ്. സ്റ്റേമൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആൻഡ്രീഷ്യം മീഡപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റേമൻ പ്രൊഡ്യൂസസ് പോളൻ. സ്റ്റേമൻ ആണ് ആക്ച്വലി എന്ത് പോളൻസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ടു പാർട്സ്. സ്റ്റേമൻ എന്തൊക്കെ പാർട്സ് ഉണ്ട്? ടു പാർട്സ് ഉണ്ട്. സ്റ്റേമൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി സ്റ്റേമൻ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേമൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിന് ഒരു സ്വള്ളൻ ആയിട്ടുള്ള ഒരു ടിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് ഒരു സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫിലമെന്റ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫിലമെന്റ്. ആൻഡ് ദിസ് ഈസ് വൺ ദ ആന്തർ വിച്ച് പ്രൊഡ്യൂസസ് ദ പോളൻ. ആന്തർ ആണ് എന്ത് ചെയ്യുന്നത്, പോളനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. ആന്തർ ആൻഡ് ഫിലമെന്റ് ആണ് ആക്ച്വലി എന്ത്, അതിന്റെ രണ്ട് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആന്തറും ഫിലമെന്റും കോൺസിക്യൂട്ടീവ്ലി കോൾഡ് ആസ് സ്റ്റേമൻസ്. ഇതിനാണ് നമ്മൾ സ്റ്റേമൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് കോൾഡ് ഗൈനീഷ്യം. അതായത് കളക്റ്റീവ്ലി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ വി കോൾ ഇറ്റ് ആസ് ഗൈനീഷ്യം എന്ന് വിളിക്കും. ഗൈനോ മീൻസ് ഫീമെയിൽ ആണ്, ഈഷ്യം മീൻസ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. സോ ഗൈനീഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഈച്ച് മെമ്പർ ഓഫ് ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് പിസ്റ്റൽ. ഈച്ച് മെമ്പേഴ്സിനെ നമ്മൾ പിസ്റ്റൽ ഓർ കാർപ്പിൾ എന്ന് വിളിക്കില്ല. നമ്മൾ ഇനീഷ്യലി കാർപ്പിൾസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ കാർപ്പിൾസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പിസ്റ്റൽ എന്ന് വിളിക്കും. ഈ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. 3 പാർട്സുകളാണുള്ളത്. സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. അപ്പൊ നമ്മൾ സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സ്റ്റിഗ്മ എന്ന് പറയുന്നത് പോളൻ അക്സെപ്റ്റ് ചെയ്യുന്ന പാർട്ടാണ്. ദെൻ കംസ് ദ സ്റ്റൈൽ വിച്ച് കണക്ട് ദ സ്റ്റിഗ്മ ടു ദ ഓവറി. ഓവറിയിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്ടാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു പാർട്ട് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് സ്റ്റിഗ്മ. ഇതാണ് സ്റ്റിഗ്മ, പോളൻ അക്സെപ്റ്റ് ചെയ്യുന്ന പാർട്ട്. ദെൻ ദിസ് ഈസ് സ്റ്റൈൽ ആൻഡ് ദിസ് ഈസ് ഓവറി. ഓവറിക്കകത്ത് സ്മോൾ ബീഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇറ്റ് ഫോംസ് ദ സീഡ്സ് ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ആ സ്ട്രക്ചറിന് നമ്മൾ വിളിക്കുന്ന പേര് ഓവ്യൂൾ എന്നാണ് കേട്ടോ. സോ ഈ 4 സ്ട്രക്ചേഴ്സ് ആണ് ആക്ച്വലി ഒരു പിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കാർപ്പിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ 2 സ്ട്രക്ചേഴ്സ് ആന്തർ ആൻഡ് ഫിലമെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക, സ്റ്റേമിൽ കാണാൻ പറ്റുക. സോ ഈ ഒരു ബേസിക് ഐഡിയ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി ആൻഡ് ദ ഫീമെയിൽ ഗമീറ്റ് ഓർ എഗ് ഫോംഡ് ഇൻ ആൻഡ് ഓവ്യൂൾ. ഓവ്യൂളിന്റെ അകത്താണ് എഗ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെക്സ് സെൽസ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ആന്തർ ആണ് എന്ത് ഫോം ചെയ്യുന്നത്, പോളൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന. പോളൻ ആണ് ആക്ച്വലി, പോളൻ കണ്ടെയ്ൻസ് ദ മെയിൽ സെക്സ് സെൽസ്. മെയിലിന്റെ സെക്സ് സെൽ ഉള്ളത് പോളൻ ഗ്രെയിൻസിന്റെ ഇൻസൈഡ് ആണ്, പോളന്റെ ഇൻസൈഡ് ആണ്. ഫീമെയിൽ സെക്സ് സെൽസ് ഇൻസൈഡ് നമുക്ക് ഓവ്യൂൾ ആണ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഓവറിയുടെ ഇൻസൈഡ് ആയിട്ടുള്ള ആ സ്മോൾ ബീഡ് ലൈക്ക് സ്ട്രക്ചറിലാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഇതെന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ടിലുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതാണ്, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ അസേർഷൻ പറഞ്ഞുള്ളത് ഫ്ലവേഴ്സ് ആർ ഓഫൻ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ.
അതായത് ഫ്ലവേഴ്സ് നമ്മൾ യൂഷ്വലി കാണുന്നത് ബ്രൈറ്റ്ലി അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. സോ അതെന്താണ്, ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇനി റീസൺ brightly colored flowers attract insect for pollination. Pollination എന്ന് പറയുന്നത് ആക്ച്വലി പോളൻ ട്രാൻസ്ഫർ ആണ് കേട്ടോ. ആന്തർ ടു ദ സ്റ്റിഗ്മ പോളൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. സോ ബ്രൈറ്റ്ലി കളേർഡ് ഫ്ലവേഴ്സ് അട്രാക്ട്സ് ഇൻസെക്ട്സ് ഓർ പോളിനേഷൻ. ഇൻസെക്ട്സ് ഫോർ പോളിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ്സ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇതും എന്താണ്, ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. സോ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ബട്ട് അതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെ. എ ആണോ ബി ആണെന്നും കൂടി എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുള്ളത് ഫ്ലവേഴ്സ് ആർ ഓഫൺ ബ്രൈറ്റ്ലി ആൻഡ് കളർഫുൾ എന്നാണ് പറയുന്നത്. ബ്രൈറ്റ് ആണ്, അതുപോലെ തന്നെ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സോ അതെന്തിനാണ്, ആക്ച്വലി പോളിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂഷ്വലി ബ്രൈറ്റ്ലി ആൻഡ് കളർഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫ്ലവറിന്റെ പാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി പെറ്റൽസ് ആണ് കേട്ടോ. പെറ്റൽസ് ഓർ കൊറോളയാണ് കേട്ടോ. കൊറോളയാണ് യൂഷ്വലി ബ്രൈറ്റ്ലി ആൻഡ് കളർഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പാർട്ട്. അതാണ് ആക്ച്വലി ഇൻസെക്ട്സിന് ഈ ഒരു പോളിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് അട്രാക്ട്സ് ദ ഇൻസെക്ട്സ് ഫോർ ദ പോളിനേഷൻ. സോ ഓപ്ഷൻ എ ആണ്. both assertion and reason are true and reason is the correct explanation for assertion ആണ്. സോ ആ ഒരു ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഗ്രീൻ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ വെൻ ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ദ ഫോം ഓഫ് ക്ലോസ്ഡ് ബഡ്. അതായത് ഒരു ഫ്ലവർ ബഡ് ആയിരിക്കുന്ന സമയത്ത് ഫ്ലവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് വേളാണ് ഔട്ടർ മോസ്റ്റ് പാർട്ടാണ്. ഇറ്റ് ഈസ് കോൾഡ് എസ് കാലിക്സ്. അതിനെയാണ് നമ്മൾ കാലിക്സ് ഓർ സെപ്പൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. സെപ്പൽ ഓർ കാലിക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഔട്ടർ മോസ്റ്റ് വേൾ എന്ന് പറയുന്നത്. വേൾ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ആയിട്ട്, ഫ്ലവറിന്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിനെയാണ് വേൾ എന്ന് വിളിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളെല്ലാം വേൾസ് ആണ്, ഓരോ റൗണ്ടുകളായിട്ടാണ്. ഔട്ട്സൈഡ് ആയിട്ട് നമുക്ക് കാണുന്ന കാലിക്സ് ആണ്. ദെൻ കംസ് ദ പെറ്റൽ ആൻഡ് ദെൻ കംസ് ദ ആന്തർ ആൻഡ് ദെൻ കംസ് ദ കൈനീഷ്യം. ഇങ്ങനെയാണ് യൂഷ്വലി കാണാറുള്ളത്. അപ്പം ഇതെന്ത് ചെയ്യുക, വേൾ ആണ്. വേൾ ഔട്ടർ മോസ്റ്റ് വേൾ ആണ് ആക്ച്വലി കാലിക്സ് എന്ന് പറയുന്നത്. that protects the flower which is in flower bud അല്ലെ. ഫ്ലവർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ബഡ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ഫ്ലവറിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്, കാലിക്സ് അല്ലെങ്കിൽ അതിന്റെ സെപ്പൽ ചെയ്യുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും സെപ്പൽ ഓർ കാലിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ കൺസിസ്റ്റ് ഓഫ് ആന്തർ ആൻഡ് ഫിലമെന്റ്. വാട്ട് ഈസ് ദ പാർട്ട് കളക്റ്റീവ്ലി കോൾഡ്. ഈ രണ്ട് പാർട്ടും, അതായത് ഇതിനെ കളക്റ്റീവായിട്ട് എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിനെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേമൻ എന്നാണ് അല്ലെ. സ്റ്റേമൻ ആണ്. സ്റ്റേമൻസ് കളക്റ്റീവ്ലി കോൾഡ് ആസ് ആൻഡ്രീഷ്യം. അതെന്ത് ചെയ്യാം, നിങ്ങൾ നോക്കാം. സോ ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം വരാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് പോവാം. വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് പോളിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, പോളൻ ഗ്രെയിൻസ് അല്ലെ. ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതെന്ത് ചെയ്യും, ഒരു സിംഗിൾ ഫ്ലവറിൽ നടക്കാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ നടക്കാൻ ചാൻസ് ഉണ്ട്, ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്സ് ഓഫ് ദി സെയിം കൈൻഡും നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓരോ ഡിഫറെന്റ് സിറ്റുവേഷനിലും എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കാം. സെയിം ഫ്ലവറിൽ ആന്തർ ടു സ്റ്റിഗ്മ പോളൻ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് സെൽഫ് പോളിനേഷൻ. ഇനി ഡിഫറെന്റ് ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ് ആണെങ്കിലും എന്താണ് വിളിക്കുക, നമ്മൾ ഡിഫറെന്റ് ഫ്ലവർ സെയിം പ്ലാന്റ്, ഡിഫറെന്റ് ഫ്ലവർ ബട്ട് സെയിം പ്ലാന്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും വി കോൾ ഇറ്റ് എസ്, ഈ രണ്ട് സിറ്റുവേഷനിലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സിറ്റുവേഷൻ സെയിം ഫ്ലവറിലാണെങ്കിലും ഡിഫറെന്റ് ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ് ആണെങ്കിലും രണ്ടും നടക്കുന്നതിന് വി കോൾ ഇറ്റ് സെൽഫ് പോളിനേഷൻ എന്നാണ് വിളിക്കുക. വി കോൾ ഇറ്റ് സെൽഫ് പോളിനേഷൻ. ഇനി നമ്മൾ അടുത്തൊരു സിറ്റുവേഷൻ എടുക്കുകയാണ്. വി ഹാവ് എ പപ്പായ, ഒരു പപ്പായ ട്രീ ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പപ്പായ ട്രീ അവിടെ ഉണ്ട്. അതിന്റെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് അടുത്തൊരു പ്ലാന്റിന്റെ ഫ്ലവറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആന്തർ ടു സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് ആസ് ക്രോസ് പോളിനേഷൻ. സോ ഡിഫറെന്റ് ഫ്ലവർ ആവണം, അതുപോലെ തന്നെ ഡിഫറെന്റ് ഫ്ലവർ ആൻഡ് ഓൾസോ ഡിഫറെന്റ് പ്ലാന്റ് ഓഫ് സെയിം കൈൻഡ് അല്ലേ, ഓഫ് സെയിം കൈൻഡ്. ഇങ്ങനെ ആവുന്ന സമയത്ത് ഈ സിറ്റുവേഷനിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് പോളിനേഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫ്ലവേഴ്സ് ക്യാൻ ബി ബ്രൈറ്റ്ലി കളേർഡ്, സെന്റഡ് ആൻഡ് may contain nectar അല്ലെ. ആ പെറ്റൽസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സിന്റെ പെറ്റൽസ് ആണ് കേട്ടോ. ടു അട്രാക്ട് ദ പോളിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ബ്രൈറ്റ്ലി കളേർഡ് ആണ്, ഓൾസോ സെന്റഡ് ആണ്. സം സ്മെൽസും ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് ഫ്ലവേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റും.
And to attract certain pollinators, including animals, insects, and honeybees for pollination, ultimately helps in the fertilization. Fertilization വേണ്ടിയിട്ട് pollination help ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെറ്റൽസ് എന്ത് ചെയ്യുന്നത്, യൂഷ്വലി അല്ലെങ്കിൽ ഫ്ലവേഴ്സ് യൂഷ്വലി ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഈസ് കോൾഡ് പോളിനേഷൻ. ഒരു ഫ്ലവറിൽ നിന്ന് ആന്തർ ടു സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ആന്തർ ടു സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫറിനെയാണ് വി കോൾ ഇറ്റ് പോളിനേഷൻ. അത് 3 സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. പോളിനേറ്റേഴ്സ് ആർ ദ ഏജൻസ് ദാറ്റ് ക്യാരി പോളിനേറ്റേഴ്സ്, നമ്മൾ 3 സിറ്റുവേഷൻ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാളാണ് പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. പോളിനേറ്റേഴ്സ് ആർ ദ ഏജൻസ് ദാറ്റ് ക്യാരി പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഓർ അനദർ ഫ്ലവർ. അതായത് ഒന്നെങ്കിൽ ഡിഫറെന്റ് ഫ്ലവറിലേക്കോ അല്ലെങ്കിൽ സെയിം ഫ്ലവറിലേക്കോ പോളൻ ടു ആന്തർ അല്ലെങ്കിൽ ആന്തർ ടു സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പോളിനേറ്റേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്, മേജർ ഫംഗ്ഷൻ. ഇത് ക്രോസ് പോളിനേഷൻ ആവാം, സെൽഫ് പോളിനേഷൻ ആവാം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആവാം. ക്രോസ് പോളിനേഷനും സെൽഫ് പോളിനേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. സെയിം ഫ്ലവറോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റോ ആണെങ്കിൽ ഈ ഒരു ആന്തർ ടു സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് as സെൽഫ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ ആവണമെങ്കിൽ ഡിഫറെന്റ് ഫ്ലവർ ഓഫ് ദ ഡിഫറെന്റ് പ്ലാന്റ് ഓഫ് സെയിം കൈൻഡ് ആവണം കേട്ടോ. ഹിബിസ്കസ് ആണെങ്കിൽ ഹിബിസ്കസ് തന്നെ ആവണം, രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ് ആവണം, ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവർ ആവണം, എന്നാൽ മാത്രമാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ വിളിക്കുക. ഇനി നമ്മളെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർട്ടൻ പ്ലാന്റ്സിനെ നമുക്ക് പോളിനേറ്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് കോൾഡ് as ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അതിനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വിളിക്കുക. സോ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്. അതായത് ഡിഫറെന്റ് പ്ലാന്റിന്റെ സെയിം കൈൻഡ് അല്ലെ, ഡിഫറെന്റ് പ്ലാന്റ് ഓഫ് സെയിം കൈൻഡ് ആയിരിക്കണം കേട്ടോ, സെയിം കൈൻഡ് ആയിരിക്കണം. അപ്പോൾ സെയിം കൈൻഡ് ആയിരിക്കുന്ന ഡിഫറെന്റ് പ്ലാന്റിന്റെ ആന്തർ ടു സ്റ്റിഗ്മ, അതായത് ഡിഫറെന്റ് ഫ്ലവേഴ്സിലുള്ള ആന്തർ ടു സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ആണ് ആക്ച്വലി ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെൽഫ് പോളിനേഷൻ ഇൻ ദ പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫർ ഫ്രം വൺ ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ ഓർ അനദർ ഫ്ലവർ ഓൺ ദ സെയിം പ്ലാന്റ്. അതായത് ഒന്നെങ്കിൽ ഡിഫറെന്റ് ഫ്ലവർ ആവാം അല്ലെങ്കിൽ സെയിം ഫ്ലവറിലും എന്ത് ചെയ്യാം, നടക്കാം. ഇതാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, ടൈപ്പ് ഓഫ് പോളിനേഷൻ കാരിഡ് ഔട്ട് ബൈ ഹ്യൂമൻ, അതായത് ഹ്യൂമൻ ഇന്റർവെൻഷൻ ത്രൂ നടക്കുന്ന പോളിനേഷൻ ആണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വിളിക്കുന്നത്. ഹിയർ പോളൻ ഗ്രെയിൻസ് ഈസ് മാനുവലി ട്രാൻസ്ഫർ ഫ്രം ആന്തർ ടു ദി സ്റ്റിഗ്മ. ഹിയർ അതർ പോളിനേറ്റിംഗ് ഏജൻസ് വെൻ നാച്ചുറൽ പോളിനേഷൻ ഈസ് ഇൻസഫിഷ്യന്റ്. അതായത് നാച്ചുറൽ പോളിനേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻ ഇന്റർവെൻഷൻ ത്രൂ നടക്കുന്ന ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇതെന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് നോക്കുക. ഇതാണ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പോളിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, സിമ്പിളി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഫ്ലവർ ദാറ്റ് ആർ പോളിനേറ്റഡ് യൂഷ്വലി ബൈ വിൻഡ് ഹാവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്. യൂഷ്വലി വിൻഡ് പോളിനേഷൻ നടക്കുക. പോളിനേറ്റേഴ്സ് ക്യാൻ ബി ഡിഫറെന്റ് കൈൻഡ്, അതായത് വിൻഡ് ആവാം, ആനിമൽസ് ആവാം, ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാവാം. വിൻഡ് ഒരു ആന്തർ അല്ലെങ്കിൽ ഒരു പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, ആന്തർ ടു സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ലൈറ്റ് ആയിരിക്കണം അല്ലെ, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. എന്നാലാണ് അതിന് ദേ ക്യാൻ ഈസിലി ഫ്ലോ അല്ലെ, ഇറ്റ് ക്യാൻ ഈസിലി ഫ്ലോ ത്രൂ ദി എയർ ത്രൂ എന്ത് ചെയ്യാം, ഈസിലി ഫ്ലോ ചെയ്യണമെങ്കിൽ വിൻഡ് ത്രൂ നടക്കണമെങ്കിൽ, വിൻഡ് പോളിനേഷൻ ആക്ച്വലി ഹാപ്പൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. യൂഷ്വലി ലെസ് ബ്രൈറ്റ് കളേർഡ് അല്ലെങ്കിൽ യൂഷ്വലി ഡൾ കളേർഡ് ആയിരിക്കും അതിന്റെ അപ്പിയറൻസ് ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, ലൈറ്റ് ആൻഡ് പൗഡറി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും യൂഷ്വലി വിൻഡ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഡൾ അപ്പിയറൻസ് ആയിരിക്കും അതിന്റെ യൂഷ്വൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ഒക്കെ അപ്പിയറൻസ് പറയുന്നത്. ലാർജ് ബ്രൈറ്റ്ലി കളേർഡ് പെറ്റൽസ് യൂഷ്വലി ഇൻസെക്ട് പോളിനേഷൻ ആണ് ചെയ്യുക കേട്ടോ. ഇൻസെക്ട്സ് ആണ് ഇതിനെ പോളിനേറ്റ് ചെയ്യുക. സ്ട്രോങ് ആൻഡ് സ്വീറ്റ് സെൻസും ഇൻസെക്ട്സ് ആണ് നോർമലി ചെയ്യുക. ഇൻസെക്ട്സ് ഓർ ആനിമൽസ് ആണ് യൂഷ്വലി ചെയ്യുക. ആൻഡ് സ്റ്റിക്കി നെക്ടറും ആക്ച്വലി ചെയ്യുന്നത്, സ്റ്റിക്കി ആയിട്ടുള്ള നെക്ടറസും കാര്യങ്ങളൊക്കെ ഉള്ളതും ഇൻസെക്ട്സിനാണ് നോർമലി കാണാറുള്ളത് കേട്ടോ. ദീസ് ഓൾ ആർ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക് ആണ് തന്നിട്ടുള്ളത്. ലൈറ്റ് ആൻഡ് പൗഡർ പോളൻ ഗ്രെയിൻസ് ആക്ച്വലി കാണുന്നത് ഓപ്ഷൻ ഡിയിലാണ് കേട്ടോ. അല്ലെങ്കിൽ വിൻഡ് പോളിനേഷൻ ഹാപ്പൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻ ഡി മാത്രമാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വെൻ പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫർഡ് ഫ്രം ആന്തർ ഓഫ് എ ഫ്ലവർ ടു ദി സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓൺ എ ഡിഫറെന്റ് പ്ലാന്റ് ഓഫ് ദി സെയിം കൈൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ്. അതായത് ആന്തറിൽ നിന്ന്, ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്. അതായത് രണ്ട് ഡിഫറെന്റ് പ്ലാന്റിലുള്ള ഫ്ലവേഴ്സിലാണ് ഇത് നടക്കുന്നത്. ഓഫ് ദി സെയിം കൈൻഡ് ആയിട്ടുള്ള ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരല്ലേ ക്രോസ് പോളിനേഷൻ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മൾ ലാസ്റ്റ് ടേം ആയിട്ട് ഇവിടെ പറഞ്ഞുള്ള ആ ഒരു ടേം ആണ് നമ്മൾ
പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പോളൻ ഗ്രെയിൻസിന്റെ അകത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻസ് ദ മെയിൽ സെക്സ് സെൽസ്. പോളൻ ഗ്രെയിൻസിലാണ് എന്ത് ഉള്ളത്? മെയിൽ സെക്സ് സെൽസ് ഉള്ളത്. ഈ മെയിൽ സെക്സ് സെൽസിന് എന്ത് ചെയ്യണം? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യണം അല്ലെ? മെയിൽ സെക്സ് സെൽസ് എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ സ്റ്റിഗ്മയിലേക്ക് എത്തിച്ചു. സ്റ്റിഗ്മയിൽ നിന്ന് എന്ത് ചെയ്യണം? സിഗ്മ എന്ന് പറയുന്ന പാർട്ടിലൂടെ ഇങ്ങനെ വന്ന് ലാസ്റ്റ് എന്ത് ചെയ്യണം? ഒവ്യൂൾ അല്ലെങ്കിൽ ഓവറിക്ക് അകത്ത് ഇൻസൈഡ് ആയിട്ടുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. സോ ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് ഈസ് കോൾഡ് ആസ് ഫെർട്ടിലൈസേഷൻ. സോ നമ്മൾ എന്ത് ചെയ്തു? പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്തു. എവിടുന്ന് എവിടേക്ക്? ആന്തർ ടു സ്റ്റിഗ്മ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് ആസ് പോളിനേഷൻ. ആ ഒരു സിംഗിൾ പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി ഡിഫറെന്റ് ഇൻ ഫോം. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോം ഉണ്ട്. സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് ഇവിടെ പോളൻ ഗ്രെയിൻസ് എത്തിക്കഴിഞ്ഞാൽ ആ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യണം? പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്ത് എഗ്ഗുമായിട്ട് എന്ത് ചെയ്യണം? അവിടെ ഫീമെയിൽ സെക്സ് സെൽസുമായിട്ട് എന്ത് ചെയ്യണം? ഫ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് സീഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഈസ് കോൾഡ് ആസ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. ആൻഡ് ദ സെൽ ഫോംഡ് ഈസ് കോൾഡ് സൈഗോട്ട്. അവിടെ ഫോം ചെയ്യുന്ന ആ ഒരു സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈഗോട്ട് എന്ന് വിളിക്കുക. അപ്പൊ മെയിൽ സെക്സ് സെൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ഫ്ലവറിന്റെ കേസിൽ പോളൻ ആണ്. പോളൻ വിച്ച് ഫ്യൂസ് വിത്ത് ദ എഗ് ഓർ ഫീമെയിൽ സെക്സ് സെൽസുമായിട്ട് എന്ത് ചെയ്യും? ഫ്യൂസ് ആവും. ആ ഫ്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന ആ സെൽസിനെയാണ് വി കോൾ ഇറ്റ് സൈഗോട്ട്. അതിനെയാണ് നമ്മൾ സൈഗോട്ട് എന്ന് പറയുന്നത്. മെയിൽ സെക്സ് സെൽസ് ഫ്യൂസ് വിത്ത് ഫീമെയിൽ സെക്സ് സെൽസ് ടു ഫോം സൈഗോട്ട് ഇൻ ദ ആ ഒരു ഫോർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി എന്ന് പറയുന്ന പാർട്ട് ഉണ്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, പിസ്റ്റിലെ പാർട്ടായിട്ടുള്ള ഏറ്റവും സൊള്ളനായിട്ടുള്ള പാർട്ടാണ് ഓവറി എന്ന് പറയുന്നത്. ആ ഓവറി ടേൺസ് ഇൻറ്റു ഫ്രൂട്ട്. ഓവറിയാണ് എന്ത് ചെയ്യുന്നത്? ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ആൻഡ് ഒവ്യൂൾ ടേൺസ് ഇൻറ്റു സീഡ്. ഒവ്യൂൾ ആണ് എന്ത് ചെയ്യുക? സീഡ് ആയിട്ട് മാറുക. സോ ഈ ഒരു പ്രോസസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷനിൽ നടക്കുന്നത്. ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ ഓവറി ബിക്കംസ് ഫ്രൂട്ട് ആൻഡ് ഒവ്യൂൾ എന്ന് പറയുന്നത് ആ സ്മോൾ ബീഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ? നമ്മൾ ഒരു പിസ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പിസ്റ്റിൽ ഉണ്ടാവുക. പിസ്റ്റിലെ ഒരു പാർട്ട് നോക്കുകയാണെങ്കിൽ ഇൻസൈഡ് ദ പിസ്റ്റിൽ വി ക്യാൻ സീ ഇൻസൈഡ് ദ ഓവറി നമുക്ക് കാണാൻ പറ്റും. ഇത് ഓവറിയാണ് ആക്ച്വലി. ഓവറിക്ക് ഇൻസൈഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദറ്റ് ഈസ് കോൾഡ് ഒവ്യൂൾ. അതുപോലെ തന്നെ സ്റ്റൈൽ ഉണ്ട്, സ്റ്റിഗ്മ ഉണ്ട്. ഇത് നമുക്ക് ആക്ച്വലി പോളിനേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ? സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ പോളിനേഷന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ ദ ഫെർട്ടിലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഓവറി ആൻഡ് ഒവ്യൂൾ ആണ്. ഓവറിക്ക് ഇൻസൈഡ് ആയിട്ടുള്ള ഫീമെയിൽ സെക്സ് സെൽസ് ആണ് ഒവ്യൂൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. സോ ഒവ്യൂൾ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒവ്യൂൾ ആണ് ആക്ച്വലി എന്ത് ചെയ്യുക? ഇറ്റ് ബിക്കംസ് ദ സീഡ് ആൻഡ് ഓവറി ബിക്കംസ് ദ ഫ്രൂട്ട്. ഓവറിയാണ് എന്ത് ചെയ്യുന്നത്? ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. സോ ഇത് എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ ഈ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആഫ്റ്റർ സക്സസ്ഫുൾ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻസൈഡ് എ ഫ്ലവർ. ഒരു ഫ്ലവറിന്റെ അകത്ത് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഫെർട്ടിലൈസേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ജനറലി വിച്ച് പാർട്ട് ഓഫ് ഗ്രൂസ് ടു ഡെവലപ്പ് ഇൻറ്റു എ ഫ്രൂട്ട്. അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ വിച്ച് പാർട്ട് ഓഫ് ദ ഫ്ലവർ വിൽ ഗിവ്സ് അസ് ദ ഫ്രൂട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫ്രൂട്ട് തരുന്നത് ഏത് പാർട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് കോൾഡ് ദ ഓവറി അല്ലെ? ഓവറി ബിക്കംസ് ഫ്രൂട്ട് ആൻഡ് ഒവ്യൂൾ ബിക്കം സീഡ്. ഒവ്യൂൾ എന്താണ്? സീഡ് ആയിട്ടാണ് മാറുന്നത്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ദ ഫീമെയിൽ സെക്സ് സെൽസ്. അതുമായിട്ടാണ് ആക്ച്വലി ഫ്യൂസ് ചെയ്യുന്നത്. അപ്പം ഔട്ടർ ലെയർ ആയിട്ടുള്ള ഓവറി ബിക്കംസ് ദ ഫ്രൂട്ട്. ഓവറിയാണ് എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റീവ്. സീഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പാർട്ടായിട്ട് എന്ത് ചെയ്യുക? ഫ്രൂട്ടായിട്ട് മാറാം കേട്ടോ. ഓക്കെ, സോ അതെന്ത് ചെയ്യുക? നിങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഇത് പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് പാർട്സ് ആണ് ഈ രണ്ട് പാർട്സ് എന്ന് പറയുന്നത്. സോ പോളിനേഷന് കഴിഞ്ഞു കഴിഞ്ഞാൽ പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ പോളൻ വിൽ പ്രൊഡ്യൂസ് എ ട്യൂബ് ദാറ്റ് കണ്ടെയ്ൻ ദ മെയിൽ സെക്സ് സെൽസ്. മെയിൽ സെക്സ് സെൽസിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? എഗ്ഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ ഓവറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുക? അവിടെ ഫ്യൂസിങ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇനി വാട്ട് ഡു ദ ടൈനി ഓവ്യൂൾസ് ഇൻസൈഡ് ദ ഓവറി ടേൺ ഇൻറ്റു ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഈസ് കംപ്ലീറ്റഡ്. ഫെർട്ടിലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒവ്യൂൾ എന്തായിട്ടാണ് മാറുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒവ്യൂൾ ബിക്കംസ് ദ സീഡ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഒവ്യൂൾ ആണ് സീഡ് ആയിട്ട് മാറുന്നത്. ദ ഫീമെയിൽ സെക്സ് സെൽസ് കണ്ടെയ്ൻ ആയിട്ടുള്ള പാർട്ടാണ് ഒവ്യൂൾസ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ഫോം ദ സീഡ്സ് ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ. അതെന്ത് ചെയ്യാൻ നിങ്ങൾ നോക്കാം. ഇനി ഫ്രൂട്ട് എന്ത് ചെയ്തു? ഫോം ചെയ്തു. നമ്മൾ ഓവറിയാണ് ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ആവുന്നത് അല്ലെ? അപ്പം മേജർലി ത്രീ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ് ആണ് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ളത്. വൺ ഈസ് സിമ്പിൾ ഫ്രൂട്ട്. അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഒരു സിംഗിൾ ആയിട്ടുള്ള ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ദ ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം എ സിംഗിൾ മെച്യൂർ ഓവറി ഇൻ എ സിംഗിൾ ഫ്ലവർ. ഒരു സിംഗിൾ ഫ്ലവറിലുള്ള ഒരു സിംഗിൾ മെച്യൂർ ഓവറി ഒരു ഫ്രൂട്ടായിട്ട് മാറുന്ന ഒരു ഫ്രൂട്ടിനെയാണ് വി കോൾ ഇറ്റ് എ സിമ്പിൾ ഫ്രൂട്ട്. ഓക്കെ, അതിനെയാണ് വി കോൾ ഇറ്റ് എ സിമ്പിൾ ഫ്രൂട്ട്. അവക്കാഡോ,
മാംഗോ ഒക്കെ എന്താണ് നമ്മുടെ എക്സാമ്പിൾ ആണ്. ഒരു സിംഗിൾ ഫ്ലവറിൽ നിന്ന് ഒരു സിംഗിൾ ഓവറിൽ നിന്ന് ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നതിന് വി കോൾ ഇറ്റ് as സിമ്പിൾ ഫ്രൂട്ട്. ആ സിമ്പിൾ ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ ആണ് അവക്കാഡോ, മാംഗോ ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഇനി മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം ഓവറീസ്, അതായത് ഒരു ഫ്ലവറിൽ തന്നെ ഡിഫറെന്റ് ആയുള്ള ഓവറീസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മെനി ഫ്ലവേഴ്സ്, ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. നമുക്ക് സപ്പോസ് ഇപ്പം ജാക്ക് ഫ്രൂട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, മാംഗോയിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് ആയുള്ള ഫ്ലവേഴ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഇറ്റ് ഈസ് ബേസിക്കലി കോൾഡ് ആസ് ഇൻഫ്ലോറസെൻസ്. അതിനെയാണ് ഇൻഫ്ലോറസെൻസ് എന്ന് വിളിക്കുന്നത്. ആ ഇൻഫ്ലോറസെൻസിലുള്ള മെനി ഫ്ലവേഴ്സിലുള്ള മെനി ഓവറീസ് എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഗ്രോയിങ് ഇൻ എ ക്ലസ്റ്റർ ഓർ ഫ്യൂസ് ടുഗദർ. ആ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഫ്രൂട്ട് ആയിട്ട് മാറുന്നതിനാണ് വി കോൾ ഇറ്റ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ജാക്ക് ഫ്രൂട്ട്, അതുപോലെ തന്നെ പൈൻ ആപ്പിൾ ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. പൈൻ ആപ്പിൾ, ജാക്ക് ഫ്രൂട്ട് ഒക്കെ എന്താണ്, മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണ്. അതായത് ഒരുപാട് ഫ്ലവേഴ്സ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. അതിൻ്റെ അകത്ത് മെനി ഓവറീസ് കാണാൻ പറ്റും. ഇതെല്ലാം എന്ത് ചെയ്യും, ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഫ്രൂട്ടിൽ പോലെ തന്നെയാണ്. നമുക്ക് എന്താണെന്നുള്ളത് അവിടെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് മാംഗോ മാത്രമല്ല പിയർ ഒക്കെ പറയാം കേട്ടോ. പിയർ ഒക്കെ ആക്ച്വലി അതിന്റെ എക്സാമ്പിൾ ആണ്. നമുക്ക് നോക്കാം. ഫ്രൂട്ട് വിത്ത് ഫ്യൂസ്ഡ് ഓവറീസ് വെൻ മെച്ചർ ആവുന്ന സമയത്ത് ഫ്യൂസ് ആവും. അതായത് ഓവറീസ് എല്ലാം എന്ത് ചെയ്യും, ഫ്യൂസ് ആയിട്ട് ദേ ആർ ഒറിജിനേറ്റഡ് ഇൻ എ സിംഗിൾ ഫ്ലവർ. ഒരു സിംഗിൾ ഫ്ലവറിൽ നിന്ന് ഒരുപാട് ഓവറീസ് ഉണ്ടാവും. ആ ഒരുപാട് ഓവറീസ് ഫ്യൂസ് ആയിട്ട് ഒരു സിംഗിൾ ഫ്രൂട്ട് ആയിട്ട് മാറുന്നതിനാണ് വി കോൾ ഇറ്റ് as അഗ്രിഗേറ്റ് ഫ്രൂട്ട്. എക്സാമ്പിൾ സ്ട്രോബെറി, റാസ്ബെറി ഒക്കെ എന്താണ് അതിന്റെ എക്സാമ്പിൾ ആണ്. സ്ട്രോബെറി, റാസ്ബെറി ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഫിഗ് ഒക്കെ അതിന്റെ അഗ്രിഗേറ്റ് ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പം റാസ്ബെറി, സ്ട്രോബെറി ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ നോക്കാം. യെസ്, ഫിഗ് ആക്ച്വലി മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണ് കേട്ടോ. ഫിഗ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണ്. അവോക്കാഡോ, പിയർ ഇതൊക്കെ സിമ്പിൾ ഫ്രൂട്ട് ആണ്. ജാക്ക് ഫ്രൂട്ട്, ഫിഗ്, ദെൻ ഓൾസോ പൈനാപ്പിൾ ഒക്കെ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണ്. ആൻഡ് നമുക്ക് സീതാഫൽ അല്ലേ, സീതാഫൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റർഡ് ആപ്പിൾ, സീതാഫൽ എന്ന് പറഞ്ഞാൽ കസ്റ്റർഡ് ആപ്പിൾ. ആൻഡ് ഓൾസോ സ്ട്രോബെറി, റാസ്ബെറി ഇതൊക്കെ എന്താണ്, നമുക്ക് അഗ്രിഗേറ്റ് ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ ആണ്. ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് നമുക്ക് ഫ്രൂട്ടിലല്ലാതെ വരുന്ന ഒരാളെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഫാൾസ് ഫ്രൂട്ട്, ദ ഫ്രൂട്ട് ഇൻ വിച്ച് ഫ്ലഷ് പാർട്ട് ഓഫ് ഈസ് നോട്ട് ഫോംഡ് ഫ്രം ഓവറി ബട്ട് ഫ്രം അതർ അഡ്ജസന്റ് ടിഷ്യൂസ് എക്സ്റ്റീരിയർ ടു കാർപ്പൽ. അതായത് ഓവറി അല്ലാതെ ഓവറിക്ക് പുറത്തുള്ള പെറ്റൽസ്, സെപ്പൽസ് ഇതെല്ലാം ഫ്രൂട്ട് ആയിട്ട് മാറുന്നതിനാണ് നമ്മൾ ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുക. ഓൾസോ കോൾഡ് സ്യൂഡോ ഫ്രൂട്ട് ഓർ സ്യൂഡോ കാർപ്പ്. ഒന്നെങ്കിൽ അതിനെ ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്യൂഡോ ഫ്രൂട്ട് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്യൂഡോ കാർപ്പ് എന്ന് വിളിക്കും. ദേ ക്യാൻ ബി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, സ്യൂഡോ കാർപ്പ് അല്ലെങ്കിൽ സ്യൂഡോ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫാൾസ് ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ആപ്പിൾ, നമുക്ക് കാഷ്യൂ ആപ്പിൾ ഒക്കെ എന്താണ്, കാഷ്യൂ ആപ്പിൾ ഒക്കെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഫാൾസ് ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. നോർമലി അത് യൂഷ്വലി ഓവറിയിൽ നിന്നല്ല എന്ത് ചെയ്യുന്നത്, ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് വി കോൾ ഇറ്റ് as ഫ്രൂട്ട് എന്ന് വിളിക്കുക അല്ലെ. ഓവറി ആണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ബട്ട് ഫ്രൂട്ട് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം either ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സ് ലൈക്ക് സെപ്പൽസ് ഓർ പെറ്റൽസ് ലൈക്ക് പാർട്സിൽ നിന്ന് എന്ത് ചെയ്യും, ഡെവലപ്പ് ആവും. അതിനെയാണ് നമ്മൾ വി കോൾ ഇറ്റ് as ഫാൾസ് ഫ്രൂട്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ നോർമലി മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ അവൈൽ ചെയ്യുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അല്ലെ, ഗ്രേപ്സ് ഒക്കെ, സച്ചസ് ഗ്രേപ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സീഡ്ലെസ് ആയിരിക്കും അല്ലെ. ആ സീഡ്ലെസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സർട്ടൺ ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് കോൾഡ് ആസ് പാർത്തനോകാർപ്പി. അതിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പി അല്ലെങ്കിൽ സീഡ്ലെസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് നോക്കാം. സംടൈം ദ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. സം പ്ലാന്റ്സിൽ എന്ത് ചെയ്യും, വിതൗട്ട് ഫെർട്ടിലൈസേഷനിൽ ഓവർ എന്തായിട്ട് മാറും, ഫ്രൂട്ട് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ അങ്ങനെ ഗ്രോ ചെയ്യിക്കുന്നതിനാണ് പാർത്തനോകാർപ്പി എന്ന് വിളിക്കുന്നത്. സച്ച് ഫ്രൂട്ട് ഡു നോട്ട് ഹാവ് സീഡ്സ്. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി എന്ത് നമുക്ക് ഈസിലി പറയാൻ പറ്റും, അതിന്റെ അകത്ത് സീഡ് ഉണ്ടാവില്ല അല്ലെ, റൈറ്റ്. അപ്പൊ സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട് ആയിരിക്കും അവിടെ ഡെവലപ്പ് ആവുക. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് പാർത്തനോകാർപ്പി. എക്സാമ്പിൾ ബനാന അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള പാർത്തനോകാർപ്പിയുടെ ഒരു എക്സാമ്പിൾ ആണ്. നാച്ചുറൽ പാർത്തനോകാർപ്പിയുടെ ഒരു എക്സാമ്പിൾ ആണ് ഇത് ബനാന എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യാൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഇനി നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. പൈനാപ്പിൾ ഓർ എ ഫിഗ് ഡെവലപ്സ് നോട്ട് ഫ്രം എ സിംഗിൾ ഫ്ലവർ. ഒരു സിംഗിൾ ഫ്ലവറിനല്ല പൈനാപ്പിളും ഫിഗ് ഒന്നും ഡെവലപ്പ് ആവുന്നത്, ബട്ട് ഫ്രം എൻറ്റയർ ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സ്. എൻറ്റയർ ക്ലസ്റ്റർ ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതായത് ഒരു ഇൻഫ്ലോറസെൻസിൽ നിന്നാണ് ആക്ച്വലി അത് ഡെവലപ്പ് ആവുന്നത്. ആൻഡ് ഫ്യൂസ് ടുഗദർ ആസ് ദ മെച്യൂർ. അവർ മെച്യൂർ ചെയ്യുന്ന സമയത്ത് ഫ്യൂസ് ആയി മാറും. എന്നിട്ട് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്
ഇൻസൈഡ് നമുക്ക് കാണാൻ പറ്റും, അതായത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഇൻസൈഡ് ആയിട്ട് കാണാൻ പറ്റും. ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേര് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്നാണ് അല്ലെ. പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, ഫിഗ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്, മൾട്ടിപ്പിൾ ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, റാസ്ബെറീസ്, ബ്ലാക്ക്ബെറീസ്, സ്ട്രോബെറീസ് ഫോം ഫ്രം എ സിംഗിൾ ഫ്ലവർ. ഒരു സിംഗിൾ ഫ്ലവറിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓവറീസ് ക്ലസ്റ്റർ ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എസ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാവുന്നതിന് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്നാണ് വിളിക്കുക. സെപ്പറേറ്റ് ആയിട്ടുള്ള ഓവറീസ് ആണ് ക്ലസ്റ്റർ ടുഗദർ ഇൻ എ സിംഗിൾ ഫ്ലവർ. ഒരു സിംഗിൾ ഫ്ലവറിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓവറീസ് ക്ലസ്റ്റർ ചെയ്ത് ഫോം ചെയ്യുന്ന ഫ്രൂട്ടിനെയാണ് വി കോൾ ഇറ്റ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് വിളിക്കുക. മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഓവറിയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ഫ്ലവർ ആണ് എൻറ്റയർ ക്ലസ്റ്റർ ഓഫ് ഫ്ലവർ, അതായത് എൻറ്റയർ ക്ലസ്റ്റർ ഓഫ് ഫ്ലവർ, അതായത് നോട്ട് ഫ്രം എ സിംഗിൾ ഫ്ലവർ, ഒരു സിംഗിൾ ഫ്ലവർ അല്ല, ഒരു എൻറ്റയർ ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സ്, എൻറ്റയർ ക്ലസ്റ്റർ ഓഫ് ഓവറീസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഫ്രൂട്ട് ഉണ്ടാവുന്നതിനാണ് വി കോൾ ഇറ്റ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആണ്. റാസ്ബെറീസ്, ബ്ലാക്ക്ബെറീസ്, സ്ട്രോബെറീസ് ഒക്കെ എന്താണ് എക്സാമ്പിൾ ആണ് കേട്ടോ, നമ്മുടെ അഗ്രിഗേറ്റ് ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റർഡ് ആപ്പിളൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്, സീതാഫലൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. നമുക്ക് നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി ഡിസ്റ്റിംഗ്വിഷസ് ട്രൂ ഫ്രൂട്ട് ആൻഡ് എ ഫോൾസ് ഫ്രൂട്ട്. ഒരു ഫോൾസ് ഫ്രൂട്ടിനും ട്രൂ ഫ്രൂട്ടിനും കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓവറിൽ നിന്ന് ഡെവലപ്പ് ആവുന്ന ഫ്രൂട്ട്. ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാലോ ഓവറി അല്ലാതെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള സെപ്പൽസോ പെറ്റൽസോ ഒക്കെ ഫ്രൂട്ട് ആവുന്നതിനാണ് വി കോൾ ഇറ്റ് ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിലി പറയാൻ പറ്റും, ടു ഫ്രൂട്ട്സ് ഡെവലപ്പ് എക്സ്ക്ലൂസീവ്ലി ഫ്രം മെച്ചുർ ഓവറി ഓഫ് എ ഫ്ലവർ. ഒരു മെച്ചുർ ഓവറിയിൽ നിന്ന് ഫ്ലവറിന്റെ ഒരു മെച്ചുർ ഓവറി ഒരു ഫ്രൂട്ടായി മാറുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ടു ഫ്രൂട്ട്സ് എന്ന് വിളിക്കും. അതിന്റെ എക്സാമ്പിൾ നമുക്ക് ആപ്പിള്, പൈനാപ്പിൾ ഒക്കെ ട്രൂ ഫ്രൂട്ട്സ് ആണ്. പൈനാപ്പിൾ, അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട്, ഇതൊക്കെ നമ്മുടെ എക്സാമ്പിൾ ആണ്. ആപ്പിൾ, കാഷ്യൂ ആപ്പിൾ ഒക്കെയാണ് ഫോൾസ് ഫ്രൂട്ട് ആയിട്ട് വരുന്നത്. ഫോൾസ് ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം അതർ ഫ്ലോറൽ പാർട്സ് ലൈക്ക് ദ തലാമസ് ഓർ കാലിക്സ്, തലാമസ് പോലെയുള്ള പെറ്റൽസ് പോലെയുള്ള പാർട്സ് ഒക്കെ ഫ്രൂട്ട് ആയി മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുക. ഓവറി ഫ്രൂട്ട് ആവുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ട്രൂ ഫ്രൂട്ട്സ് എന്ന് വിളിക്കും. സോ ദാറ്റ് ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ ഫ്രൂട്ട്സ് ആൻഡ് ഫാൾസ് ഫ്രൂട്ട്സ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ നോക്കാം, ട്രൂ ഫ്രൂട്ട്സ് കണ്ടെയ്ൻ സീഡ്സ്. ട്രൂ ഫ്രൂട്ട്സിൽ എപ്പോഴും സീഡ് ഉണ്ടായിരിക്കും. വൈൽ ഫാൾസ് ഫ്രൂട്ട് നെവർ ഡെവലപ്പ് സീഡ്സ് എന്ന് പറയുന്നത് റോങ് ആണ്. നമുക്ക് ഫാൾസ് ഫ്രൂട്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീഡ് കാണാൻ പറ്റും. ആപ്പിളിൽ സീഡ് ഉണ്ട് അല്ലേ? ആക്ച്വലി ആപ്പിളിൽ സീഡ് ഉണ്ട്, കാഷ്യൂ ആപ്പിളിൽ സീഡ് ഉണ്ട്, ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീഡ് കാണാൻ പറ്റും. ബട്ട് ആക്ച്വലി ദാറ്റ്സ് നോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ ഫ്രൂട്ട്സ് ആൻഡ് ഫാൾസ് ഫ്രൂട്ട് എന്ന് എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് സീഡ്സ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സീഡ്സ് ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. സോ സീഡ്സിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കൈൻഡ്സ് ഉണ്ട്. ആക്ച്വലി നമുക്ക് ഒരു സീഡിനെ 2 സ്പ്ലിറ്റ്സ് ആക്കി മാറ്റാൻ പറ്റും. സം സീഡ്സിനെ നമുക്ക് 2 സ്പ്ലിറ്റ് ആക്കി മാറ്റാൻ പറ്റും, വിച്ച് ഈസ് കോൾഡ് ആസ് ഡൈക്കോട്ട്. അതായത് ഈ സീഡ്സിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന 2 പാർട്ടിനെയാണ് വി കോൾ ഇറ്റ് കോട്ടിലിഡൻസ് പറയാം. അപ്പം ആ കോട്ടിലിഡൻസ് 2 എണ്ണം കാണുന്ന 2 സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സിനെയാണ് വി കോൾ ഇറ്റ് ഡൈക്കോട്ട് പ്ലാന്റ്സ് വിളിക്കുക. അപ്പൊ ഡൈക്കോട്ട് സീഡ്സ് ഉണ്ട്, which we can split into 2 അല്ലേ? നമുക്ക് 2 എണ്ണാക്കി മാറ്റാൻ പറ്റും. ഇനി മോണോകോട്ട് ഉണ്ട്, ഒരു സിംഗിൾ കോട്ടിലിഡൻ കാണുന്നതിനാണ് മോണോകോട്ട്. നമുക്ക് വീറ്റ് ഗ്രീൻസ്, നമുക്ക് പാഡി ഒക്കെ നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. സിംഗിൾ സീഡാണ്, ആക്ച്വലി സിംഗിൾ ആയിട്ടുള്ള സീഡാണ് നമ്മൾ വീറ്റ്, പാഡി ഒക്കെ വരുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് സീഡ് ഡിഫറൻസ് ലൈസ് ഇൻ കോട്ടിലിഡൻസ് ഫസ്റ്റ് ലീഫ് ഓർ ലീവ്സ്. അതായത് ഒരു ഫസ്റ്റ് ലീഫ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീവ്സ് ഡെവലപ്പ് ചെയ്യുന്ന പാർട്ട്, നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ് കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. ദാറ്റ് എമർജസ് ഫ്രം ദ സീഡ് വെൻ ഇറ്റ് സ്പ്രൗട്ട് ചെയ്യുന്ന സമയത്ത് എമർജ് ചെയ്യുന്നത് സിംഗിൾ ആയിട്ടുള്ള പാർട്ടാണോ അല്ലെങ്കിൽ 2 പാർട്ടിൽ നിന്നാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് കോട്ടിലിഡൻസ്. അപ്പൊ അതിന്റെ പ്രസൻസിലാണ് 2 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൺ ഈസ് മോണോകോട്ട് സീഡ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡൈക്കോട്ട് സീഡ്സ്. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് സീഡ്സ് ആർ 2 ടൈപ്സ്. അതായത് ഇതിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 ടൈപ്സ് സീഡ്സ് ഉണ്ട്. മോണോകോട്ട് സീഡ്സ് ഓൺലി 1 കോട്ടിലിഡൻ ഇസ് പ്രസൻസ് വെൻ ഇറ്റ് ഈസ് സ്പ്രൗട്ട്സ്. അതായത് അത് സ്പ്രൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ സെറ്റ് കോട്ടിലിഡൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കാണാൻ പറ്റുള്ളൂ. സിംഗിൾ ലീഫ് എമർജസ് അറ്റ് ഫസ്റ്റ്, അതായത് ഒരു സിംഗിൾ ലീഫ് ആയിരിക്കും അതിൽ നിന്ന് എമർജ് ചെയ്യുക. ആൻഡ് മോണോകോട്ട് സീഡ് ഡെവലപ്പ് ഇൻ ടു മോണോകോട്ട് പ്ലാന്റ്സ് ലൈക്ക് സജസ് ഗ്രാസസ് ഒക്കെ എന്താണ്? മോണോകോട്ട് പ്ലാന്റ്സിലെയാണ് എന്ത് ചെയ്യുക? മോണോകോട്ട് സീഡ്സ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഡൈക്കോട്ട് സീഡ്സ് ഡു കോട്ടിലിഡൻസ് ആർ പ്രസന്റ് ഓർ സീഡ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ്. അതായത് സീഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും? 2 ഈക്വൽ ഹാഫ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈച്ച് ഹാഫ് ഈസ് എ കോട്ടിലിഡൻ. അതായത് ഓരോ ഹാഫും എന്താണ്? ഒരു കോട്ടിലിഡൻ ആണ്. സോ 2 ഹാഫ് ഉണ്ടാവും അല്ലേ? ഇപ്പൊ 2 കോട്ടിലിഡൻ ഉണ്ടാവും. വെൻ ഇറ്റ് സ്പ്രൗട്ട്സ് 2 ലീവ്സ് വിൽ എമർജ് അറ്റ് ഫസ്റ്റ്. അതായത് മോണോകോട്ട്സിലാണെങ്കിൽ ഒരു സിംഗിൾ ലീഫ് ആയിരിക്കും വരിക,
ഡൈക്കോട്സിലാണെങ്കിൽ 2 ലീവ്സ് എന്ത് ചെയ്യും, എമർജ് ചെയ്യും when it grows. Dicot seed develop into dicot plants such as peanut and also mango. ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് മാറാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കും, ഇപ്പൊ സാർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാംഗോയുടെ സീഡ് എന്ന് പറയുന്നത് ആക്ച്വലി 1 അല്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 കേട്ടോ. അത് എന്ത് ചെയ്യാൻ പറ്റും, 2 എണ്ണമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 2 ലീവ്സ് ആണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡൈക്കോട്ട് സീഡ്സ്. ഓക്കെ, മാംഗോ ഡൈക്കോട്ട് സീഡ് ആണ്, പീ ഡൈക്കോട്ട് സീഡ് ആണ്, വീറ്റ് പാഡി ഒക്കെ എന്താണ് ഗ്രാസസിന്റെ ഫാമിലിയിൽ വരുന്ന എല്ലാ പ്ലാന്റ്സും ആക്ച്വലി മോണോകോട്ട് സീഡ്സ് ആണ്. ഓക്കെ, അതെന്ത് ചെയ്യാൻ നിങ്ങൾ നോക്കാം. ഓക്കെ, സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തില്ല നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ഡൈക്കോട്ട് എന്ന് വിളിക്കും. ഒരു സിംഗിൾ ആയിട്ട് കാണുകയാണെങ്കിൽ ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ പാർട്ടിൽ നിന്നാണ്, വി കോൾ ഇറ്റ് ആസ് മോണോകോട്ടിലിഡൻസ്. ഓക്കെ, സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് കണ്ടെയ്ൻസ് എക്സാമ്പിൾ ഓഫ് ഡൈക്കോട്ട് സീഡ്, അതായത് 2 സ്പ്ലിറ്റ് ആയിട്ട് വരുന്നതിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈസ്, മെയ്സ് ഒക്കെ മോണോകോട്ട് ആണ് കേട്ടോ. ദേ ആർ ഓൾ മോണോകോട്ട്. അത് സിംഗിൾ ആയിട്ടുള്ള പാർട്ടിൽ നിന്നാണ് ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. വീറ്റ്, ബാർലി ഒക്കെ ദാറ്റ് ഓൾസോ മോണോകോട്ട്. ഇത് രണ്ടും എന്താണ്, ഇതും മോണോകോട്ട് ആണ്. കോക്കനട്ട്, ഗ്രാസ് എന്ന് പറയുന്നത് ആക്ച്വലി ദേ ആർ ഓൾ മോണോകോട്ട്. അതായത് സിംഗിൾ ആയിട്ടുള്ള ലീഫാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിന്റെ നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സീഡിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ പാർട്ടാണ്. ഇറ്റ് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു 2. 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ കോക്കനട്ട്, ഗ്രാസ് ഒക്കെ മോണോകോട്ടാണ്. വീറ്റ്, ബാർലി മോണോകോട്ടാണ്. റൈസ്, മെയ്സ് മോണോകോട്ടാണ്. ആൻഡ് ഗ്രാം, പി ഇത് രണ്ടും 2 ലീവ്സ് ഒറിജിനേറ്റ് ചെയ്യും. സോ 2 ലീവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വി കോൾ ഇറ്റ് ആസ് ഡൈക്കോട്ട്. ആൻഡ് ഓൾസോ ഇറ്റ് സീഡ്സ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു 2. 2 ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം, സീഡ്സ് ലൈക്ക് മെയ്സ്, വീറ്റ്, റൈസ് കണ്ടെയ്ൻ ഓൺലി എ സിംഗിൾ കോട്ടിലിഡൻ. അതായത് മെയ്സ്, വീറ്റ്, റൈസിലൊക്കെ എന്താണ്, റൈസ് ആക്ച്വലി റൈസ് എന്ന് പറയാൻ പറ്റില്ല, പാഡിയാണ് കേട്ടോ. പാഡിയാണ് വയബിൾ ആയിട്ടുള്ള സീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വയബിൾ ആയിട്ടുള്ള സീഡ് എന്ന് പറയുന്നത് പാഡിയാണ്. പാഡി, വീറ്റ്, മെയ്സ് ഒക്കെ എന്താണ് ആക്ച്വലി സിംഗിൾ കോട്ടിലിഡൻ ആണ്, ദാറ്റ് ഈസ് മോണോകോട്ട് ആണ്. ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് സീഡ്സ് ആർ ദീസ്? ഈ സീഡ്സിന് എന്താ വിളിക്കുക, നമ്മൾ വിളിക്കുന്ന പേര് മോണോകോട്ട് സീഡ്സ് എന്നാണ് അല്ലെ. ഒരു സിംഗിൾ കോട്ടിലിഡൻ ആണ് അതിനുള്ളത്. സോ വി ക്യാൻ കോൾ ഇറ്റ് എസ് മോണോകോട്ട് സീഡ്സ്. ഇനി നമ്മൾ സീഡ്സ് ഉണ്ടായി, അതായത് ഫ്രൂട്ട് പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, പോളിനേഷൻ പറഞ്ഞു, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സിനെ നമ്മൾ പറഞ്ഞു, ആൻഡ് ഓൾസോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സീഡ്സിനെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ സീഡിന് എന്ത് ചെയ്യണം, ഡിസ്പേഴ്സ് ചെയ്യണം അല്ലെ. ഒരു സ്ഥലത്ത് മാത്രം പ്ലാന്റ്സ് ഒറിജിനേറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇല്ല അല്ലെ. അതിന്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സ്ഥലത്തും അലോങ് ദ വേ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം, സീഡ്സ് ഡിസ്പേഴ്സ് ആവണം അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. സോ അതിനെയാണ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എസ് സീഡ് ഡിസ്പേഴ്സൽ. സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് മേജർലി 3 ഡിഫറെന്റ് മോഡ്സിലാണ് നടക്കുന്നത്. ഇത് ഇറ്റ് ക്യാൻ ബി വിൻഡ് ത്രൂ എന്ത് ചെയ്യാം, സീഡ് ഡിസ്പേഴ്സ് ആവാം. അതുപോലെ തന്നെ വാട്ടർ ത്രൂ സീഡ് ഡിസ്പേഴ്സ് ആവാം. ഓർ ഇത് ബൈ ആനിമൽസ് ത്രൂ എന്ത് ചെയ്യാം, നടക്കാം. ഇത് ഇൻസെക്ട്സോ ആനിമൽസ് ത്രൂ ഒക്കെ എന്ത് ചെയ്യാം, സീഡ് ഡിസ്പേഴ്സൽ ക്യാൻ ബി കണ്ടക്റ്റഡ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ആണെങ്കിൽ നമ്മൾ വിൻഡിന്റെ കേസ് പറഞ്ഞു അല്ലെ. വിൻഡ് ഒക്കേഴ്സ് വിങ്ഡ്, ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഹെയറി സീഡ്സ്. അതായത് സീഡ്സ് ഹെയറി, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഓൾസോ വിങ്ഡ് ആണെങ്കിൽ നമുക്ക് എന്താണ്, വിൻഡ് സീഡ് ഡിസ്പേഴ്സൽ ആണ് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ പോളിനേഷന്റെ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. ആക്ച്വലി പോളിനേഷൻ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ ആണ്. സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് സീഡിന്റെ ട്രാൻസ്ഫർ ആണ് ടു ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലേക്ക് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യാം, ഇത് രണ്ടും നിങ്ങൾക്ക് മാറിപ്പോകരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അപ്പൊ ഇനി വാട്ടർ നമുക്ക് നോക്കാം. സീഡ്സ് വിച്ച് ഹാവ് ഫ്ലോട്ടിംഗ് എബിലിറ്റി ആൻഡ് ഹാവ് സ്പോഞ്ചി ഓർ ഫൈബ്രസ് ഔട്ടർ കോട്ട്. അതായത് ഫൈബ്രസ് ആയിട്ടുള്ള സ്പോഞ്ചി ഔട്ടർ കോട്ട് ഉള്ള പ്ലാന്റ്സിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാട്ടർ സീഡ് ഡിസ്പേഴ്സൽ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വിങ്ങഡ് ആയിട്ടുള്ള ഹെയറി ആയിട്ടുള്ള സീഡ്സിനാണ് ആക്ച്വലി വിൻഡ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. ആനിമൽസ് ഒക്കേഴ്സ് ഇൻ സീഡ് ഹാവിംഗ് സ്പൈൻസ് ഓർ ഹുക്സ് ഓർ ടു ഗെറ്റ് അറ്റാച്ച് ടു ദ ബോഡി ഓഫ് ആനിമൽസിന്റെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഹുക്ക്, സ്പൈൻ ഒക്കെ ഉള്ള സീഡ്സ് ആണെങ്കിൽ ആക്ച്വലി ആനിമൽ പോളിനേഷൻ അല്ലെങ്കിൽ ആനിമൽ സീഡ് ഡിസ്പേഴ്സൽ ആണ് എന്ത് ചെയ്യാൻ നടക്കുക. അതെന്ത് ചെയ്യാൻ നിങ്ങൾ നോക്കാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഡാൻഡിലിയോൺസ് പോലെയുള്ള പ്ലാന്റ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രംസ്റ്റിക് പോലെയുള്ള പ്ലാന്റ്സിൽ മാപ്പിൾ ട്രീയുടെ സീഡ്സ് ഒക്കെ ആക്ച്വലി ഇങ്ങനെയാണ്, വിങ്ങഡ് ആയിട്ടാണ് ഉണ്ടാവുക. ചിലത് ഹെയർ ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇവരൊക്കെ എന്താണ്, വിൻഡ് പോളിനേഷൻ ആണ് ആക്ച്വലി നടക്കുക. ഇനി കോക്കനട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോക്കനട്ടിന്റെ സ്പോഞ്ചി ഔട്ടർ കോട്ട് ഉണ്ട്. അപ്പോൾ വാട്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ഫ്ലോട്ട് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് സീഡ് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ടർ ത്രൂ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നതാണ് എക്സാമ്പിൾ ആണ് കോക്കനട്ട് എന്ന് പറയുന്നത്. സോ കോക്കനട്ടിന്റെ എക്സാമ്പിൾ ആണ് വന്നിട്ടുള്ളത്. ഇനി സാന്തിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ സീഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ സാന്തിയം അല്ലെങ്കിൽ യുറീന പോലെയുള്ള പ്ലാന്റ്സിൽ കാണുന്ന സീഡ്സ് ആണ് ആക്ച്വലി ഇവിടെ തന്നിട്ടുള്ളത്. സാന്തിയം, യൂറീന പോലെയുള്ള പ്ലാന്റ്സിന്റെ ഈ ഒരു സീഡ് ആക്ച്വലി എന്താണ്, ഹുക്സും സ്പൈൻസും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഹുക്സും സ്പൈൻസും എന്ത് ചെയ്യും, ആനിമലിന്റെ ബോഡിയിൽ എന്ത് ചെയ്യും,
അറ്റാച്ച് ചെയ്യും, എന്നിട്ട് ആനിമൽസ് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ അതെന്ത് ചെയ്യാം, നിങ്ങൾ നോക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഡാൻഡിലിയോൺ. ഡാൻഡിലിയോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൻഡിലിയോൺസിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മേ ബി ഇങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണ്. അതിന്റെ ഫ്ലവർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിന്റെ ഫ്ലവർ അല്ല, ആക്ച്വലി അതിന്റെ സീഡിന്റെ ഔട്ടർ പാർട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ബ്ലോ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, പോകും. ദാറ്റ് ഈസ് കോൾഡ് ഡാൻഡിലിയൻസ് കേട്ടോ. അതിനെയാണ് നമ്മൾ ഡാൻഡിലിയൻസ് വിളിക്കുന്നത്. മാപ്പിൾ സീഡ് ആണ് ആക്ച്വലി ഇവിടെ തന്നുള്ളത്. മാപ്പിൾ സീഡ് ആണ്, ഇതാണ് ദിസ് ഈസ് സീഡ് ആൻഡ് ഇറ്റ് ഹാവ് എ വിങ്ങി ആയിട്ടുള്ള ഒരു പാർട്ട് നമുക്ക് കാണാൻ പറ്റില്ല ആ ഒരു. ആൻഡ് ഓൾസോ വെരി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ഹാവ് എയർ ലൈക്ക് ഓർ വിങ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. എയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ വിങ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഹൗ ആർ ദേ പ്രൈമറിലി ഡിസ്പേഴ്സ്, ഇങ്ങനെയാണ് ഇവർ പ്രൈമറിലി ഡിസ്പേഴ്സ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈമറിലി ഇവർ ഡിസ്പേഴ്സ് ചെയ്യുന്നത് ത്രൂ ദ വിൻഡ് ആണ് കേട്ടോ. ബൈ വിൻഡ് ആണ് പ്രൈമറിലി എന്ത് ചെയ്യുന്നത്, അവർ ഡിസ്പേഴ്സ് ആവുന്നത്. ഇനി കോക്കനട്ട് ഫ്രൂട്ട് ഹാസ് ഫൈബ്രസ് ഔട്ടർ കോട്ട് ഫിൽഡ് വിത്ത് എയർ. ദിസ് യുണീക്ക് അഡാപ്റ്റേഷൻ ഹെൽപ്സ് ദ സീഡ് ഡിസ്പേഴ്സ് ത്രൂ വിച്ച് മീഡിയം, ഏത് മീഡിയം ത്രൂ ആണ് ഡിസ്പേഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, വാട്ടർ ത്രൂ ആണ്. ഈ ഒരു മീഡിയം ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കുറേ അധികം പാർട്ടുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൈമിന്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ NSMCക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയുള്ള ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു NSMC എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്തെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് ക്യാഷ് പ്രൈസ് നിങ്ങൾ അവൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സ് പിൻഡ് ആയിട്ടോ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇത് യു ക്യാൻ ടേക്ക് ദ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് QR കോഡ്. ഈ QR കോഡ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ nsmc.xandYlearning.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. നമുക്ക് മറ്റൊരു ചാപ്റ്റർ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.